വാസുദേവായ. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ മംഗള വന്ദന ശ്ലോകങ്ങളാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചത്. തുടർന്ന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉപദേശിക്കേണ്ടി വന്ന ആ സാഹചര്യം അത് വിശദമാക്കുകയാണ്. നമുക്കറിയാം, മഹാഭാരതത്തിലെ അനുശാസന പർവത്തിലെ 149 അധ്യായത്തിലാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉൾക്കൊള്ളുന്നത്. ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിച്ച് കൊടുക്കുന്ന രീതിയിലാണ്. മഹാഭാരത യുദ്ധാനന്തരം യുധിഷ്ഠിരനും ഭഗവാനും കൂടി ശിരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് ചെല്ലുകയും ധർമ്മോപദേശം ആവശ്യപ്പെടുകയും അതനുസരിച്ച് ധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സ്തോത്രത്തിന്റെ ഉത്ഭവം. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാപ്യഭാഷത. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവ അപ്യഭാഷത. യുധിഷ്ഠിരഃ സർവശഃ പാവനാനി അശേഷേണ ധർമാൻ ശ്രുത്വാ ശാന്തനവം പുനഃ ഏവ അപ്യഭാഷത എന്ന് നമുക്കതിന് അന്വയം പറയാം. അർത്ഥം: യുധിഷ്ഠിരഃ ധർമ്മപുത്രൻ, യുധി സ്ഥിരഃ എന്നാണ്, യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നർത്ഥത്തിലാണ് അദ്ദേഹത്തിന് യുധിഷ്ഠിരൻ എന്ന പേര്. ആ യുധിഷ്ഠിരൻ ധർമ്മപുത്രർ സർവശഃ എല്ലാ തരത്തിലും അല്ലെങ്കിൽ വിവിധ രൂപത്തിലുള്ള പാവനാനി പരിപാവനങ്ങളായ പരിശുദ്ധങ്ങളായ പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതായ അശേഷേണ ധർമാൻ ശ്രുത്വ എന്നാണ്. എല്ലാ ധർമ്മങ്ങളെയും പറ്റി കേട്ടതിന് ശേഷം ശ്രുത്വ കേട്ടിട്ട്. അപ്പോൾ പലതരത്തിലുള്ളതും പാപത്തെ ഇല്ലായ്മ ചെയ്യാൻ പര്യാപ്തവുമായ എല്ലാ ധർമ്മങ്ങളെയും കുറിച്ച് കേട്ടതിനു ശേഷം പുനഃ ഏവ വീണ്ടും ശാന്തനവം അപ്യഭാഷത എന്നാണ്. ശാന്തനവനോട്, ശാന്തനവൻ എന്ന് പറഞ്ഞാൽ ശന്തനോഹോ പുത്രഃ ശാന്തനവഃ എന്നാണ്. ശന്തനുവിന്റെ പുത്രൻ, അത് ഭീഷ്മപിതാമഹനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? നമ്മളിതിന്റെ ആമുഖത്തിലൊന്ന് സൂചിപ്പിച്ചു. ഇതൊരു ചോദ്യോത്തര രൂപത്തിലാണ് ഈ സഹസ്രനാമത്തിന്റെ ഉത്ഭവം എന്ന്. ആ ചോദ്യങ്ങളാണ് നമ്മളിനി പറയുന്നത്. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കം അർച്ചന്തഃ പ്രാപ്നുയുർ മാനവാഹ ശുഭം. ഇത് യുധിഷ്ഠിരന്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, കിമേകം ദൈവതം ലോകേ. ലോകേ ഏകം ദൈവതം കിം എന്നാണ്. ഈ ലോകത്ത് ഒരേ ഒരു ദൈവം ഉള്ളത് ആരാണ്? ആ ഏകദൈവം അതാരാണ്
എന്ന ആദ്യത്തെ ചോദ്യം. കിം വാപ്യേകം പരായണം. ഏകം കിം വാ പരായണം. ഈ ലോകത്ത് ആ ഏകമായ പരായണം ഏതാണ്? അതായത് ഏതൊരാളിനെയാണ് ഏറ്റവും പരമമായി അയനം ചെയ്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്? ഏതൊരാളിനെയാണ് ഏറ്റവും പരമമായി ആശ്രയിക്കേണ്ടത്? ആ ഏകമായ ഒരാൾ ആരാണ്? ചോദ്യം തുടരുകയാണ്. സ്തുവന്തകം, അതൊന്ന് തിരിച്ചിടുമ്പോൾ അന്വയമായി. കം സ്തുവന്തഃ, ഏതൊരാളിനെ സ്തുതിച്ചിട്ടാണോ? കം അർച്ചന്തഃ, ഏതൊരാളിനെ അർച്ചിച്ചിട്ടാണോ? മാനവാഹ ശുഭം പ്രാപ്നുയുഹു, മാനവന്മാർ ശുഭത്തെ പ്രാപിക്കുന്നത്. അപ്പോ 3 ചോദ്യങ്ങളാണ് അവിടെ. കിമേകം ദൈവതം ലോകേ, കിം വാപ്യേകം പരായണം, സ്തുവന്ത കം കം അർച്ചന്ത പ്രാപ്നുയുഹു മാനവാഹ ശുഭം എന്നാണ്. മാനവന്മാർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് നന്മയുണ്ടാകുന്നത് ഏതൊരാളിനെ സ്തുതിക്കുമ്പോഴാണ്, ഏതൊരാളിനെ അർച്ചിക്കുമ്പോഴാണ്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, വീണ്ടും ചോദിക്കുകയാണ്. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ, കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ. ഭവതഃ മതഃ, അതാ ചോദിക്കുന്നത്. ഭവതഃ മതഃ, അങ്ങയുടെ അഭിപ്രായത്തിൽ. യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ്, അല്ലയോ പിതാമഹ, ഭവതഃ മതഃ, അങ്ങയുടെ അഭിപ്രായത്തിൽ കോ ധർമ്മഃ സർവധർമാണാം പരമഃ, സർവധർമാണാം പരമഃ കഹ ധർമ്മഃ ഭവതഃ മതഃ. കോ എന്നുള്ളത് വാക്യത്തിന് നടുവിലായതുകൊണ്ടാണ് കഹ എന്നതാണ് വിസർഗം ഓകാരമായി മാറിയതാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഭവതഃ മതഃ സർവധർമാണാം പരമഃ ധർമ്മഃ കഹ, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അടുത്ത ചോദ്യം. കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. ജന്തു കിം ജപൻ ജന്മസംസാര ബന്ധനാത് മുച്യതേ, അതാണ് അതിന്റെ അന്വയം. ജന്തുക്കൾ അഥവാ ജീവജാലങ്ങൾ, ജീവനുള്ളവയൊക്കെ. കിം ജപൻ, എന്ത് ജപിച്ചിട്ടാണോ, ഏതൊന്ന് ജപിച്ചിട്ടാണോ ഈ ജീവികളൊക്കെ, ജീവജാലങ്ങൾ ജന്മസംസാര ബന്ധനാത് മുച്യതേ, ഈ ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ സമയത്തും കണ്ടതാണ്. ഒരുപാട് ബന്ധനങ്ങൾ ഈ സംസാര സാഗരവുമായി നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മോചനം വേണമെങ്കിൽ കിം ജപൻ, എന്ത് ജപിച്ചാലാണ് ഈ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് ഈ ജീവികൾക്ക് മോചനം ലഭിക്കുന്നത്? ഇങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ ആ ചോദ്യങ്ങൾ കേട്ടിട്ട് ശ്രീ ഭീഷ്മ ഉവാച എന്നാണ്. ഭീഷ്മ പിതാമഹൻ അതിനുത്തരം പറയുകയാണ്. ഇനി ആ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് ഏത് ചോദ്യത്തിനുള്ള ഉത്തരവാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷഃ സതതോത്ഥിതഃ. ജഗത് പ്രഭും, ഈ ജഗത്തിന്റെ പ്രഭുവായിട്ടുള്ളവൻ. ദേവദേവം എന്നാണ്, ദേവന്മാർക്ക് പോലും, ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാർക്ക് പോലും ദേവനായിട്ടുള്ളവനും ദേവദേവം. അനന്തം, അവസാനമില്ലാത്തവൻ. പുരുഷോത്തമം, ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷനും. ആ പുരുഷോത്തമനെ പുരുഷോത്തമം എന്നാണ്. അതായത് ജഗത്തിന്റെ പ്രഭുവും
ദേവന്മാർക്ക് പോലും ദേവനായിട്ടുള്ളവനും അന്തമില്ലാത്തവനുമായ ആ പുരുഷോത്തമനെ സ്തുവൻ സ്തുതിച്ചിട്ട് സ്തുതിച്ചുകൊണ്ട്, എങ്ങനെ സ്തുതിച്ചുകൊണ്ട്? നാമസഹസ്രേണ സ്തുതൻ, സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിച്ചിട്ട്. എപ്പോൾ? സതതം എന്നാണ്. പുരുഷോത്തമം സതതം നാമസഹസ്രേണ സ്തുവൻ. ജഗത്പ്രഭുവും ദേവദേവനും അനന്തനുമായിട്ടുള്ള ആ പുരുഷോത്തമനെ, ഉത്തമനായ ആ പുരുഷനെ സതതം എല്ലാ സമയങ്ങളിലും സദാസമയവും നാമസഹസ്രേണ സ്തുവൻ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്തുതിച്ചാൽ എന്ത് സംഭവിക്കുന്നു എന്നാ പറഞ്ഞേ? പുരുഷഃ സതതോത്ഥിതഃ. പുരുഷഃ ഉത്ഥിതഃ എന്നാണ്. പുരുഷൻ എന്ത് ചെയ്യും? ഉത്ഥാനം ചെയ്യപ്പെടും. അപ്പോ അവിടെ നമ്മളുടെ കാര്യമാണ് പറയുന്നത്. ആ പുരുഷൻ, നേരത്തെ പറഞ്ഞ പുരുഷോത്തമം ഭഗവാനാണ്. അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ പ്രഭുവും ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ പോലും ആരാധിക്കുന്നവനുമായ, ദേവന്മാരുടെ പോലും ദേവനും അന്തമില്ലാത്തവനുമായ ആ പുരുഷോത്തമനെ സദാസമയവും സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നത് ഏതൊരാളാണോ അങ്ങനെയുള്ള പുരുഷൻ, അവൻ ഉത്ഥിതഃ എന്നാണ്, ഉയർത്തപ്പെടും. അല്ലെങ്കിൽ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിതനായി തീരും എന്നാണ് യുധിഷ്ഠിരന്റെ സംശയത്തിന് മറുപടിയായി പറയുന്നത്. തുടർന്ന് പറയാണ്, തമേവ ച അർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷം അവ്യയം ധ്യായൻ സ്തുവൻ നമസ്യൻ ച യജമാനഃ തമേവ ച. ഇനി ആരെ അർച്ചിക്കണം, സ്തുതിക്കണം എന്നൊക്കെ ചോദിച്ചു. തമേവ ച അർച്ചയൻ, അവനെ തന്നെ. തം ഏവ, ആ അവനെ തന്നെ, ജഗത് പ്രഭുവും ദേവദേവനും അനന്തനും ഒക്കെ ആയിട്ടുള്ള ആ പുരുഷോത്തമനെ തന്നെ നിത്യം ച അർച്ചയൻ എന്നാണ്. നിത്യം അർച്ചയൻ, നിത്യം ദിവസവും മുടങ്ങാതെ അർച്ചയൻ പൂജിക്കുകയും. എങ്ങനെ? ഭക്ത്യാ, ഭക്തിയോടുകൂടി പൂജിക്കുകയും. പിന്നെ എങ്ങനെയാണ്? ആരെയാ? അവ്യയം പുരുഷം എന്നാണ്. ആ പുരുഷോത്തമൻ എങ്ങനെയുള്ളവനാണ്? അവ്യയനാണ്. അവ്യയനായ അദ്ദേഹത്തെ, ആ പുരുഷോത്തമനെ തന്നെ നിത്യവും പൂജിക്കുകയും, അവ്യയനായ ആ പുരുഷനെ, അവ്യയം പുരുഷം, ഭക്ത്യാ, ഭക്തിയോടുകൂടി, ധ്യായൻ, ധ്യാനിക്കണം, സ്തുവൻ, സ്തുതിക്കണം, നമസ്യൻ, നമസ്കരിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവൻ മാത്രമല്ല യജമാനം എന്നാണ്. അപ്പൊ അത് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ യജമാനൻ എന്നിങ്ങനെ നമ്മുടെ ഭാഷാ ശബ്ദത്തിൽ ഉണ്ട്. ആ അർത്ഥമല്ല ഇവിടെ. യജമാനഃ എന്നുള്ളതിന് യജിക്കുന്നവൻ എന്നാണ്. ഏതൊരാളാണോ യജിക്കുന്നത്, യഹ എന്നാണ്. ഏതൊരാളാണോ യജനം ചെയ്യുന്നത്, സഹ, അവനാണ് യജമാനൻ. അങ്ങനെ യജിക്കുന്നവനുമായ എന്നർത്ഥം കൊടുക്കണം. അപ്പോ അവ്യയനായ പുരുഷനെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും, ഇതിന്റെ കൂടെയാണ് നമ്മൾ ആ ച അന്വയിക്കേണ്ടത്. സ്തുവൻ നമസ്യം ച, നമസ്യൻ ച, ഇതിന്റെ കൂടെ അന്വയിച്ച് പറയണം. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്ഥിതഃ എന്നുള്ള പദം അവിടേക്ക് കൂടി നമ്മളൊന്ന് കൊണ്ടുവരണം. ഉത്ഥിതഃ, ഉയർത്തപ്പെടും. ആ പുരുഷൻ ദുഃഖ വിമുക്തനായി തീരും എന്ന് അർത്ഥം. അപ്പോ തമേവ ചാർച്ചയൻ, അവനെ തന്നെ, ആ പുരുഷോത്തമനെ തന്നെ അർച്ചിക്കുകയും, അവ്യയം പുരുഷം ഭക്ത്യാ, അവ്യയനായ പുരുഷനെ ഭക്ത്യാ ധ്യായൻ സ്തുവൻ നമസ്യൻ ച യജമാനഃ, യജമാനഃ ച തമേവ, അവനെ തന്നെ എപ്പോഴും എന്ത് ചെയ്യണം? യജിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള പുരുഷൻ സതതോ ഉത്ഥിതഃ എന്നാണ് പറയുന്നത്. ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തപ്പെടും. ഇനി അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയാണ്, അനാദിനിധനം വിഷ്ണു സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേ. അനാദിനിധനമെന്നാണ്.
അനാദികൾ ആദി അന്തം ഇതൊന്നും ഇല്ലാത്തവൻ, അതായത് ജനനമോ മരണമോ സ്ഥിതിയോ വർധനവോ മാറ്റമോ ക്ഷയമോ നാശമോ, ഇങ്ങനെ 6 നിലകളെന്നാ പറയാം. ആ നിലകളൊന്നും ഇല്ലാത്തവനാണ് ഭഗവാൻ. അനാദിനിധനനാണ്. മാത്രമല്ല അദ്ദേഹം വിഷ്ണുവാണ്. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണ്. വ്യാപനശീലമുള്ളവനാണ് വിഷ്ണു. സർവലോക മഹേശ്വരം എന്നാണ്. എല്ലാ ലോകത്തിലെയും മഹത്തായ ഈശ്വരനാണ്. എല്ലാ ലോകങ്ങൾക്കും അദ്ദേഹമാണ് അധിപൻ എന്നാണ്. സർവലോകങ്ങൾക്കും മഹാ ഈശ്വരനുമായിട്ടുള്ളവനും ലോകത്തിനു മുഴുവൻ അധ്യക്ഷനുമാണ്. ഈ ലോകങ്ങൾക്കെല്ലാം, എല്ലാ ലോകങ്ങൾക്കും അധ്യക്ഷനുമാണ്. അക്ഷമാണ്. എല്ലാത്തിനെയും നോക്കിക്കാണുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ. ലോകങ്ങളുടെ മുഴുവൻ അധ്യക്ഷനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ അനാദിനിധനം, വിഷ്ണു, സർവലോകമഹേശ്വരം, ലോകാധ്യക്ഷം, ഇതെല്ലാം ദ്വിതീയ വിഭക്തിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളിനെ എന്ന് നമ്മൾ അതിനർത്ഥം പറഞ്ഞുകൊള്ളണം. അനാദിനിധനനും വിഷ്ണുവും അല്ലെങ്കിൽ വിഷ്ണുവിനെ, സർവലോകമഹേശ്വരനെ, ലോകാധ്യക്ഷനെ നിത്യം സ്തുവൻ, എല്ലാ ദിവസവും നിത്യമായിട്ട് സദാസമയവും ആ ദേവനെ സ്തുതിക്കുന്നത്. സ്തുവൻ എന്ന് പറഞ്ഞാൽ ഏതൊരാളാണോ സ്തുതിക്കുന്നത് ആ ആൾ എന്ത് സംഭവിക്കും? ആളിന് സർവദുഃഖാദികോ ഭവേത് എന്നാണ്. സർവദുഃഖങ്ങളിൽ നിന്നും അധികോ, സർവദുഃഖാദികോ, എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായിട്ട് അല്ലെങ്കിൽ ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മറുകര കയറാനായിട്ട് സാധിക്കും. ഭവേത്, ഭവിക്കും എന്നാണ്. വിധിയ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറുകര എത്താനായി സാധിക്കും എന്ന വിധിയാണ്. അതാണ് ഭീഷ്മപിതാമഹൻ ഉപദേശിക്കുന്നത്. തുടർന്ന് പറയുന്നു, ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂത ഭവോദ്ഭവം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂത ഭവോദ്ഭവം എന്നാണ്. ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങൾ മാത്രമാണ്. അവിടെ ക്രിയാപദം മറ്റുള്ള പദങ്ങൾ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് അന്വയിക്കണം. അപ്പോൾ ബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മദേവനും അതുപോലെ തന്നെ വേദങ്ങൾക്ക്, തപസ്സിന്, ഇതിനെയൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പോ ബ്രാഹ്മണന്മാർക്കും അതുപോലെ തന്നെ തപസ്സിന്, അതുപോലെ തന്നെ വേദാദികൾക്കൊക്കെ ഇതിനെല്ലാം വേണ്ട കാര്യങ്ങൾ അതിനൊക്കെ സംരക്ഷണം ചെയ്യുന്ന ആ ഒരു അവസ്ഥ ബ്രഹ്മണ്യം. അതൊക്കെ ചെയ്യുന്നയാളാണല്ലോ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ബ്രഹ്മണ്യഹ എന്ന് വിളിക്കുന്നത്. ആ ബ്രഹ്മണ്യനായിട്ടുള്ളവനും സർവധർമ്മജ്ഞം എന്നാണ്. എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും, ധർമ്മങ്ങൾ എന്തൊക്കെയാണോ നാം ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ ചെയ്തുകൂടാത്തത്, എന്താണോ ചെയ്യേണ്ടത്, എന്താണോ, ഇതൊക്കെ വ്യക്തമായി അറിയുന്നവനാണ്. അതാണ് സർവധർമ്മജ്ഞം. സർവധർമ്മങ്ങളെയും കുറിച്ച് ജ്ഞാനമുള്ളവൻ. ലോകാനാം കീർത്തിവർദ്ധനം, ഈ ലോകത്തിന്റെ കീർത്തിയെ, ലോകം എന്ന് പറയുമ്പോൾ ജീവജാലങ്ങളാണ്, നമ്മളൊക്കെ ഉൾപ്പെടുന്ന ആ ജീവജാലങ്ങളുടെ കീർത്തിയെ, അതിനെ വർദ്ധിപ്പിക്കുന്നവനുമായ പിന്നെയോ ലോകനാഥം, ഈ ലോകത്തിന്റെ മുഴുവനും നാഥനായിട്ടുള്ളവൻ എന്നാണ്. അപ്പൊ ഭഗവാന്റെ ഒരു സാമീപ്യം, ആശ്രയം ഇല്ലെങ്കിലും നമ്മളൊക്കെ അനാഥരായി മാറുമെന്നാണ്. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ നാഥനാണ് ഭഗവാൻ. മാത്രമല്ല മഹദ്ഭൂതം എന്നാണ്. മഹത്തായ ഭൂതമാണ് ആ ബ്രഹ്മസ്വരൂപം. മഹത്തായ ആ ബ്രഹ്മസ്വരൂപവും ഭഗവാൻ തന്നെയാണ്. മാത്രമല്ല സർവഭൂത ഭവോദ്ഭവം എന്നാണ്. ഇപ്പോ ഇവിടെ ഭവിച്ചിരിക്കുന്ന എല്ലാ ഭൂതങ്ങളുടെയും, സർവഭൂതം, സർവചരാചരങ്ങളുടെയും ഉദ്ഭവവും കൂടിയാണ്, ഉത്പത്തി സ്ഥാനവുമായിരിക്കുന്ന ആ ദേവനെ ഇനി നമ്മൾ മുൻപേ പറഞ്ഞ പദ്യത്തിൽ നിന്ന് അന്വയിച്ചു കൊണ്ടുവരണം. ആ ദേവനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്തുതിക്കുക. അങ്ങനെ ആ ദേവനെ ഏതൊരാളാണോ സ്തുതിക്കുന്നത് സഹ സർവദുഃഖാദികോ ഭവേത് എന്ന് നമുക്കിവിടെ അന്വയിച്ചു കൊണ്ടുവരണം. എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് അതീതരായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നർത്ഥം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂത ഭവോദ്ഭവം എന്നാണ്. ഏഷ മേ സർവധർമാണാം ധർമ്മോധികതമോ മതഃ
യത് ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേ നരസദാ ഏഷ മേ സർവധർമാണാം ധർമ്മോധികതമോ ധർമ്മ അധികതമോ മദഃ. യത് ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈഹി അർച്ചേത് നരഃ സദാ. അവിടെ അത്രയും പദങ്ങളുണ്ട്. സ്തവൈഹി അർച്ചേത് നരഃ സദാ. എന്താ? നേരത്തെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചായിരുന്നു, അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ധർമ്മങ്ങളിലെല്ലാം വെച്ച് അധികതമമായ ധർമ്മം ഏതാണെന്നൊരു ചോദ്യം യുധിഷ്ഠിരൻ നേരത്തെ ഭീഷ്മപിതാമഹനോട് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറയുകയാണ്, ഏഷ മേ മദഃ. ഏഷ മേ മദഃ. മദഃ അഭിപ്രായം, എന്റെ അഭിപ്രായത്തിൽ. അതാണ് ഏഷ മേ മദഃ. എന്റെ അഭിപ്രായത്തിൽ സർവധർമാണാം അധികതമോ ധർമ്മ. അങ്ങനെ നമ്മൾ അതിനെ അന്വയിക്കണം. എങ്ങനെ? സർവധർമാണാം അധികതമോ ധർമ്മ. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ അധികരിച്ചു നിൽക്കുന്നതായ ധർമ്മം ഏതാണ് എന്നാണെങ്കിൽ അതെന്ത് ചെയ്യണം? യത് ഏതൊന്നാണോ ഭക്ത്യാ ഭക്തിയോടുകൂടി പുണ്ഡരീകാക്ഷം. ആ പുണ്ഡരീകാക്ഷനെ, പുണ്ഡരീകം താമരയാണ്, അക്ഷം കണ്ണൻ, അക്ഷി കണ്ണ്, അക്ഷൻ കണ്ണൻ. അപ്പൊ പുണ്ഡരീകാക്ഷം അത് ദ്വിതീയ ഭക്തിയാണ്. പുണ്ഡരീകാക്ഷനെ എന്നർത്ഥം. അപ്പോ ആ പുണ്ഡരീകാക്ഷനെ, കമല നയനനെ, ആ താമരക്കണ്ണനെ എങ്ങനെ? സ്തവൈഹി, സ്തവങ്ങൾ കൊണ്ട്, സ്തുതികൾ കൊണ്ട്, സ്തോത്രങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നരഹ മനുഷ്യൻ, നരന്മാർ, സദാ അർച്ചേത്. അവിടെയും വിധിയാണ്, അങ്ങനെ ചെയ്യണം എന്ന് പറയാണ്, വിധിയാണ്. അർച്ചേത്, അർച്ചിക്കണം. അപ്പോ കമലനയനായ പുണ്ഡരീകാക്ഷനായ സാക്ഷാൽ ശ്രീ വാസുദേവനെ, മഹാവിഷ്ണുവിനെ എല്ലായ്പ്പോഴും നിങ്ങൾ അർച്ചിക്കണം എന്നുള്ളതാണ് ഏഷമേ സർവധർമാണാം ധർമ്മോ അധികതമോ മദ. അപ്പോ ആദ്യത്തെ വരിയുടെ അർത്ഥം രണ്ടാമത്തെ വരിയുടെ അർത്ഥം ആദ്യവും, ആദ്യത്തെ വരിയുടെ അർത്ഥം രണ്ടാമതും പറഞ്ഞാൽ അതിന്റെ അന്വയം ശരിയായി. എങ്ങനെ? പുണ്ഡരീകാക്ഷനെ ഭക്തിയോടുകൂടി നരന്മാർ സദാസമയവും അർച്ചിക്കണം. ഇതാണ് സർവധർമ്മങ്ങളിലും വെച്ച് അധികതമമായ ധർമ്മം എന്നാണ് മേ മദഃ, ഏഷ മേ മദഃ എന്ന് നമ്മളതിന് അർത്ഥം കരുതണം. ഏഷ മേ സർവധർമാണാം ധർമ്മോധികതമോ മദ യത് ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേ നരസദ. അവിടെ ഈ ധർമ്മോധികതമോ എന്നുള്ളത് അത്തരം പദങ്ങൾ വരുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ അവിടെ ഒരു എഫ് പോലെ ഒരു ചിഹ്നം ഇങ്ങനെ കാണുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് പ്രശ്ലേഷം എന്നാണ്. അവിടെ ഒരു അകാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് അതിന്റെ നിയമം. അവിടെ പദം പിരിക്കുമ്പോൾ ആ എന്ന് ചേർത്ത് രണ്ടാമത്തെ പദത്തിന്റെ കൂടെ ആ ചേർത്ത് പിരിക്കണം. അങ്ങനെ പിരിക്കുമ്പോൾ പിരിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ ഇടതുവശത്തുള്ള പദം വിസർഗമിട്ട് തന്നെ ഉച്ചരിക്കുന്നെങ്കിലേ അപ്പുറത്ത് ആ ചേർത്ത് നമ്മൾ അതിനെ പിരിച്ചു പറയാവൂ. അപ്പൊ എങ്ങനെ പറയണം? ധർമ്മഃ അധികതമഃ എന്ന് നമുക്ക് പിരിക്കാം. അല്ലാതെ ധർമ്മോ എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ പിന്നെ ആ എടുത്തു പറയാതെ ധർമ്മോധികതമോ എന്നിങ്ങനെ ഉച്ചരിക്കുന്നതാണ് അതിന്റെ രീതി. ഇതാണ് സഹസ്രനാമ സ്തോത്ര ജപത്തിൽ തന്നെ ഉണ്ടായ ഒരു കഥ നമുക്കറിയാം. പൂന്താനം നമ്പൂതിരി പത്മനാഭോ മരപ്രഭു, പത്മനാഭോ എന്ന് കഴിഞ്ഞാൽ പിന്നെ മരപ്രഭു തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അല്ലെങ്കിൽ പത്മനാഭഃ അമരപ്രഭു എന്നിങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അപ്പോ ആ പുണ്ഡരീകാക്ഷനെ സദാസമയവും അർച്ചിച്ചുകൊള്ളുക, അതാണ് പരമമായ ധർമ്മം എന്ന് എന്റെ അഭിപ്രായം. അപ്പോ ഇവിടെ യുധിഷ്ഠിരന്റെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ആയിട്ടുണ്ട് എന്ന് അറിയണം. ഇനി പറയാണ്, പരമം യോ മഹത്തേജ, പരമം യോ മഹത്തപ, പരമം യോ മഹത് ബ്രഹ്മ, പരമം യപരായണം. നമ്മൾ ആരിലാണ് ഏറ്റവും കൂടുതൽ പരായണനായിരിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വേണമെങ്കിൽ ഇവിടെയും ഉണ്ട്. എങ്ങനെ? പരമം യോ മഹത്തേജ. ആ യോ എന്നുള്ളത് യഹ എന്നാണ് നമ്മൾ പിരിക്കുമ്പോൾ, അന്വയം പറയുമ്പോൾ യഹ എന്ന് പിരിക്കണം. ഏതൊരാളാണോ അല്ലെങ്കിൽ ഏതൊന്നാണോ
മഹത്തേജ, പരമം മഹത്തേജ, പരമമായ എല്ലാറ്റിലും വലുതായിരിക്കുന്ന തേജസ്സോട് കൂടിയവൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ തേജസ് ആയിരിക്കുന്നത് യഹ, ഏതൊരാളാണോ. പരമം യോ മഹത് തപഃ, ഏറ്റവും പരമമായിരിക്കുന്ന തപസ്, അത് ഏതൊരാളാണോ. പരമം യോ മഹത് ബ്രഹ്മ, ഏറ്റവും മഹത്തായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപം, അത് ഏതൊരാളാണോ. പരമം യഹ പരായണം, ആ ആളിലാണ് നമ്മൾ പരായണനായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ആളിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നവിടെ കിട്ടുന്നു. ആ ആളാണ് പരായണം. ഏറ്റവും പരമമായ പരായണം ഏതൊരാളാണോ, അപ്പൊ അതും ഭഗവാനാണ് എന്നവിടുന്ന് കിട്ടുന്നു. നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് അവിടെയും കണ്ടെത്താം. ആരെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് എന്നാണെങ്കിൽ അത് ഭഗവാനെ തന്നെയാണ്. എങ്ങനെയുള്ള തേജസ്സുകളിൽ വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത്, തപസ്സിൽ വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത്, ബ്രഹ്മസ്വരൂപത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ളത്, ഇതിൽ ഏറ്റവും പരായണനായിട്ടുള്ള പരമമായ പരായണം, പരമമായ ആശ്രയസ്ഥാനവും ഭഗവാൻ തന്നെയാണ്. മാത്രമല്ല പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വ്യയപിതാ. പവിത്രാണാം പവിത്രമാണ്. നമ്മളെ പവിത്രമാക്കുന്നത് ഏതൊന്നാണോ, നമ്മളെ സാധാരണ തീർത്ഥങ്ങളും മറ്റുമൊക്കെ ആണ് നമ്മളെ പവിത്രമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ പരിശുദ്ധമാക്കുന്ന ആ പവിത്രമാക്കുന്ന തീർത്ഥങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ പരിശുദ്ധമാണ് ഭഗവാൻ എന്നാണ്. പവിത്രാണാം പവിത്രം, പവിത്രങ്ങളിൽ വെച്ച് ശുദ്ധങ്ങളിൽ വെച്ച് ശുദ്ധമായിട്ടുള്ളതും, മംഗളാനാം ച മംഗളം, മംഗളം ഐശ്വര്യമാണ്. ആ ഐശ്വര്യപ്രദമായിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ളത് ഏതൊന്നോ. ഇനിയോ ദൈവതം ദേവതാനാം ച എന്നാണ്. ദേവത, ദേവതമാർ നമുക്കറിയാം. നമ്മളൊക്കെ ആരെയാണോ ദൈവതമായി കരുതുന്നത് ആ ദൈവങ്ങൾക്ക് പോലും ദേവതയായിട്ടുള്ളവൻ, ദൈവമായിട്ടുള്ളവൻ, അതാണ് ദൈവതം ദേവതാനാം ച, ദേവതമാർക്ക് പോലും ദൈവതമായിട്ടുള്ളതും, ഭൂതാനാം യോ വ്യയപിത, ഈ ഭൂതങ്ങൾക്ക്, ഈ ജീവജാലങ്ങൾക്കെല്ലാം എന്തായിട്ടുള്ളവൻ, അവ്യയഃ പിത എന്നാണ്. അനശ്വരനായ, വ്യയമില്ലാത്ത, നശിക്കാത്ത പിതാവാണ്, സൃഷ്ടികർത്താവാണ്. അപ്പോ സർവഭൂതങ്ങളുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ഒരിക്കലും നശിക്കാത്തവനായ പിതാവുമാണ്, ജനയിതാവ് കൂടിയാണ് ആര്, ഭഗവാൻ എന്ന് അർത്ഥം. അപ്പോൾ പവിത്രങ്ങളിൽ പവിത്രമാണ്, മംഗളങ്ങളിൽ വെച്ച് മംഗളമാണ്, ദേവതമാർക്ക് പോലും ദൈവതമാണ്, ഭൂതങ്ങൾക്കെല്ലാം ക്ഷയമില്ലാത്ത വ്യയമില്ലാത്ത പിതാവുമാണ്. അങ്ങനെയുള്ള ആളിനെ നമ്മൾ നമസ്കരിച്ചു കൊള്ളണം. അപ്പൊ നമസ്കരിച്ചു കൊള്ളണം എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള പദ്യങ്ങളിൽ നിന്ന് എടുത്ത് അവിടെ ചേർക്കണം. മാത്രമല്ല യദ സർവാണി ഭൂതാനി ഭവന്ത്യാദി യുഗാഗമേ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ. ഇനി ഏതൊരാളിനെയാണ് നമ്മൾ ആശ്രയിച്ചു കൊള്ളേണ്ടത്, അല്ലെങ്കിൽ ഏതൊരാളിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്? യദഹ, എവിടെ നിന്നാണോ, അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്നാണോ, യാതൊരാളിൽ നിന്നാണോ, അതാ യദഹ. യഹ ഏതൊരാൾ, യദഹ ഏതൊരാളിൽ നിന്ന്, ഏതൊരാളിലാണോ സർവാണി ഭൂതാനി, ഏതൊരാളിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ സർവവും ഭവന്തി ഉണ്ടായത്, ഏതൊരാളിൽ നിന്ന്, ഏതൊരു ദേവനിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായത്, എപ്പോൾ? യുഗാഗമേ, യുഗത്തിന്റെ ആദിയിൽ. അപ്പൊ ആ യുഗാഗമേ ഇങ്ങനെ ആദ്യം കൊണ്ടുവന്നാൽ അന്വയം ശരിയായി. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? യുഗാഗമേ സർവാണി ഭൂതാനി യദഹ ഭവന്തി. ഈ യുഗത്തിന്റെ ആഗമത്തിൽ, യുഗം തുടങ്ങിയപ്പോൾ ഏതൊരാളിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായത്, ഭവന്തി ഉണ്ടായത്. ഇനിയോ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ. ഇനി ആ യുഗം അവസാനിക്കുമ്പോൾ, യുഗത്തിന്റെ തുടക്കത്തിൽ, യുഗം തുടങ്ങിയപ്പോൾ ഭൂതങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. ഇനി ആ യുഗക്ഷയേ, ആ യുഗം ക്ഷയിക്കുമ്പോൾ, അത് നമുക്ക് ഇനി ആദ്യം കൊണ്ടുവരാം. യുഗക്ഷയേ, ആ യുഗം ക്ഷയിക്കുമ്പോൾ യസ്മിൻ ഏതൊരാളിലേക്കാണോ, അത് സപ്തമിയാണ്, ഏതൊരാളിലേക്കാണോ, അതിൽ ഏതൊരാളിലേക്കാണോ പുനഃ ഏവ വീണ്ടും പ്രളയം യാന്തി, പ്രളയം യാന്തി പ്രളയമായി തീരുന്നത്. എന്താ പ്രളയം എന്ന് പറയുമ്പോൾ പ്രകർഷേണ ലയമാണ് പ്രളയം. പ്ര അധികം ലയം എന്നാണ് പദം പിരിക്കുന്നത്. അതായത് യുഗത്തിന്റെ അവസാനത്തില് ഏതൊരാളിലേക്കാണോ ഇതെല്ലാം ലയിച്ചു ചേരുന്നത്, അതാണ് പ്രളയം എന്ന് പറഞ്ഞത്. ലയിച്ചു ചേരലാണ് പ്രളയം.
നമ്മൾ വെള്ളപ്പൊക്കം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു. അത് ശരിയാണ്. ഈ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായ ആ ജീവജാലങ്ങളെല്ലാം ജലസ്വരൂപനായ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചങ്ങോട്ട് ചേരുന്നതിനെയാണ് നമ്മൾ പ്രളയം എന്ന് പറയും. ഇനി അങ്ങനെയുള്ള ആളിനെയും നമ്മൾ നമസ്കരിച്ചു കൊള്ളണം എന്നാണ്. ഇനി പറയാണ് തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർ നാമസഹസ്രം മേ ശൃണു പാപഭയാവഹം. തസ്യ എങ്ങനെയൊക്കെയുള്ള തേജസ്സിൽ വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത്, തപസ്സിൽ വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത്, ബ്രഹ്മത്തിൽ വെച്ച് മഹത്തായിട്ടുള്ളത്, ഏറ്റവും പരായണനായിട്ടുള്ളത്, പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായിട്ടുള്ളത്, മംഗളങ്ങളിൽ വെച്ച് മംഗളമായിട്ടുള്ളത്, ദേവതമാരുടെയും ദേവതയായിട്ടുള്ളത്, ഭൂതങ്ങളുടെയൊക്കെ ക്ഷയിക്കാത്ത വ്യയമില്ലാത്ത പിതാവായിട്ടുള്ളത്, ഏതൊരാളിൽ നിന്നാണോ യുഗത്തിന്റെ തുടക്കത്തിൽ ഇതെല്ലാം ഉണ്ടായത്, ഏതൊരാളിലേക്കാണോ യുഗാവസാനത്തിൽ ഇതെല്ലാം ലയിച്ചു ചേരുന്നത്, തസ്യ എന്നർത്ഥം. തസ്യ അങ്ങനെയുള്ള ആളിന്റെ ആളെങ്ങനെയുള്ളവനാണ്? ലോകപ്രധാനസ്യ, ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനനായ ആ ആളിന്റെ ആരാ? ജഗന്നാഥനാണ്. ഈ ജഗത്തിന്റെ മുഴുവൻ നാഥനാണ്. അതായത് അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജഗത്ത് നാഥം എന്ന അവസ്ഥയിലേക്ക് വരൂ. സനാഥം എന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹം വേണം. അദ്ദേഹം ഇല്ലായി വരുന്ന അവസ്ഥ നമുക്ക് പറഞ്ഞു, അത് അനാഥമായി മാറും. അപ്പൊ ഈ ലോകത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള, ജഗത്തിന്റെ നാഥനായിട്ടുള്ള ആ ഭഗവാന്റെ വിഷ്ണുവിന്റെ നാമസഹസ്രം, ആ 1000 പേരുകൾ. എങ്ങനെയുള്ള 1000 പേരുകൾ? പാപഭയാവഹം, നമ്മുടെ പാപങ്ങളെയും പാപഭയത്തെ, നമുക്കൊക്കെ അതാണല്ലോ ഉള്ളത്. ഭഗവാനെ നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം അതാണല്ലോ. നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭയം നമ്മെ ബാധിക്കുമ്പോഴാണ് ഭഗവാനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ. ഭഗവാന്റെ മാതാവായ ദേവകിയുടെ അപേക്ഷ നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ്. ഭഗവാനെ എന്താ വേണ്ടത് അമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ, ഭഗവാനെ എനിക്ക് ദുഃഖം തരണേ എന്നാണ് ദേവകി ആവശ്യപ്പെട്ടത് എന്നാണ്. കാരണം എനിക്കങ്ങനെ ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സദാസമയം എനിക്ക് അങ്ങയെ ഓർക്കാൻ കഴിയൂ എന്നാണ്. അപ്പോ ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ഓർക്കൂ. നമ്മുടെ ആ പാപഭയത്തെ അപഹരിക്കുന്ന, ഇല്ലാതാക്കുന്ന. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകപ്രധാനനായിട്ടുള്ളവൻ ഉള്ള ജഗത്തിന്റെ നാഥനായിട്ടുള്ള ആ വിഷ്ണുവിന്റെ നാമസഹസ്രം 1000 പേരുകൾ എന്താണ്? മേ, ഞാൻ പറഞ്ഞു തരാം. ഭൂപതേ ശൃണു എന്നാണ്. മേ ശൃണു ഭൂപതേ എന്നാണ്. അതായത് എന്നിൽ നിന്ന്, എന്നിൽ നിന്ന്, മമ മേ എന്നാണ്. എന്നിൽ നിന്ന് ശൃണു, കേട്ടുകൊള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ 1000 പേരുകൾ, ഞാൻ നിന്റെ പാപത്തെ എല്ലാം, നിന്റെ പാപഭയത്തെ മുഴുവൻ അപഹരിക്കുന്നതായ ആ പേരുകൾ, ഈ 1000 പേരുകൾ ഉച്ചരിക്കുമ്പോഴേക്ക് എന്താണോ നിന്റെ ആവശ്യങ്ങൾ, എന്താണോ ഇപ്പോ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അതെല്ലാം നിന്നിൽ നിന്ന് ഒഴിവാകും. അതിന് ഞാൻ ആ 1000 പേരുകൾ പറഞ്ഞു തരാം. ഭൂപതേ, അല്ലയോ രാജാവേ, യുധിഷ്ഠിരനെ സംബോധന ചെയ്യുകയാണ്. അല്ലയോ ഭൂപതേ, മേ ശൃണു, എന്നിൽ നിന്ന് ശൃണു എന്നാണ്. കേട്ടാലും എന്നിൽ നിന്ന് അങ്ങ് കേട്ടോളൂ എന്നാണ്. ഇനി എങ്ങനെയുള്ളതാണ് ആ നാമങ്ങൾ എന്നാണെങ്കിൽ, യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. എന്താണ് ആ പേരുകളുടെ അർത്ഥം? ഞാൻ 1000 പേരുകൾ അങ്ങേക്ക് ഉപദേശിച്ചു തരാം, അങ്ങ് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്. യാനി നാമാനി, ഞാൻ ആ ഉപദേശിക്കാൻ പോകുന്ന ഏതൊക്കെ പേരുകളാണോ, എങ്ങനെയാണ് ആ പേരുകൾ? ഗൗണാനി എന്നാണ്. എന്താ ഗൗണം? ഗുണപരങ്ങളാണ്. ഭഗവാൻ ഈ ഓരോ പേര് കിട്ടിയത് ഭഗവാന്റെ ഓരോ ഗുണങ്ങളിൽ നിന്നാണ്. ആ 1000 പേരുകളുടെയും അർത്ഥത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, വിഷ്ണു എന്ന പേര് തന്നെ വ്യാപനശീലം എന്ന് പറയുന്ന ഒരു ഗുണം ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. വിശ്വം, അല്ലെ, ലോകം മുഴുവൻ, ഈ ലോകം തന്നെ ഭഗവാനാണ്. ആ ഒരു ഗുണമുണ്ട്. വഷട്കാരനാണ് ഭഗവാൻ, അല്ലെ. വഷട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദ്രവ്യദാനം ആർക്കാണോ ചെയ്യുന്നത്, ആ ദ്രവ്യത്തെ സ്വീകരിക്കുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഹവിസിനെ സ്വീകരിക്കുന്നത് വഷട്ട്.
അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ഓരോ ഗുണങ്ങളിൽ നിന്നും, അതാണ് ഗൗണാനി എന്ന് പറഞ്ഞത്, ഗുണപ്രദങ്ങളായ ആ നാമങ്ങൾ മാത്രമല്ല, ആ നാമങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, വിഖ്യാതാനി എന്നാണ്. വളരെ പ്രസിദ്ധങ്ങളാണ് അവയെല്ലാം. ഭഗവാന്റെ ഞാൻ പറയാൻ പോകുന്ന ഈ പേരുകളെല്ലാം ഭഗവാന് ഗുണനിമിത്തമായിട്ട് പ്രവൃത്തങ്ങളായിട്ട് ഉണ്ടായത്. അവയിൽ ഏതൊക്കെ നാമങ്ങളാണോ പ്രസിദ്ധങ്ങളായിട്ടുള്ളത് അതാ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്നാണ്. ഭഗവാന് ധാരാളം പേരുകളുണ്ട്. പക്ഷെ ഈ ഗുണ പ്രസിദ്ധങ്ങളായിട്ടുള്ള ആ 1000 പേരുകൾ, അതാണ് ഞാൻ നിനക്ക് വിഖ്യാതാനി എന്നാണ്. പ്രസിദ്ധങ്ങളായിട്ടുള്ള ആ പേരുകൾ ഗൗണാനി നാമാനി വിഖ്യാതാനി. ആരുടെ? മഹാത്മനഃ, ആ മഹാത്മാവിന്റെ, മഹാത്മാവായ ഭഗവാന്റെ വിഖ്യാതങ്ങളായ ഏതൊക്കെ പേരുകളുണ്ടോ. ഇനി ആ പേരുകൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചവരാരാണ്? ഋഷിഭിഹി പരിഗീതാനി താനി എന്നാണ്. ഋഷിഭിഹി പരിഗീതാനി, അതായത് ഋഷിമാരാൽ പരിഗീതാനി, ഗീതം ചെയ്തിട്ടുള്ളതാണ്, കീർത്തനം ചെയ്തിട്ടുള്ളതാണ്, ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ മഹാത്മാവായ ആ പുരുഷോത്തമന്റെ ഏതൊക്കെ പേരുകളാണോ ഗുണനിമിത്തമായിട്ടുള്ളത്, ഏതൊക്കെയാണോ പ്രസിദ്ധങ്ങളായിട്ടുള്ളത്, ഏതു പേരുകളാണോ മുനിമാരാൽ ഗീതം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവർ ആ നാമസങ്കീർത്തനങ്ങളിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് താനി എന്നാണ്. യാനി താനി എന്നാണ്. ഏതൊക്കെയാണോ ഈ വിശേഷണങ്ങളിൽ പെട്ടത് താനി എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മഹാത്മനഃ വിഖ്യാനി ഗൗണാനി ഋഷിഭിഹി പരിഗീതാനി നാമാനി യാനി താനി വക്ഷ്യാമി. അല്ലെ, അങ്ങനെ അന്വയിക്കണം. അങ്ങനെയൊക്കെയുള്ള പേരുകൾ യാനി ഏതൊക്കെയാണോ, താനി അവയൊക്കെ. പിന്നെ എങ്ങനെയാണ്? എന്തിനു വേണ്ടിയാ ഞാനിത് പറഞ്ഞു? വക്ഷ്യാമി എന്നാണ്. വക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നു, ഞാൻ പറയാം. അത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി പറയുന്നു. ഭൂതയേ എന്നാണ്. ഭൂതിക്ക് വേണ്ടിയാണ്, ഭൂതിക്ക് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ഭൂതി ഐശ്വര്യമാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അതാണ് ആ പുരുഷാർത്ഥങ്ങളൊക്കെ സിദ്ധിക്കണം. അല്ലേ? നമ്മുടെ ആ മനസ്സിലുള്ള ശത്രുക്കളെല്ലാം കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളൊക്കെ മാറിയിട്ട് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ നമുക്ക് സിദ്ധിക്കണമെങ്കിൽ ആ ഭൂതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഈ ഭഗവാന്റെ ഈ നാമങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നത്. അത് നീ കേട്ടുകൊള്ളൂ എന്ന് ഭഗവാൻ യുധിഷ്ഠിരൻ എന്ന രാജാവിനോട് പറയുകയാണ്. ഭഗവാൻ ഭീഷ്മപിതാമഹൻ. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഇനി അത് നമ്മൾ ചൊല്ലുമ്പോ അത് എന്താണ് അതിന്റെ പ്രത്യേകത ഒക്കെ പറയണം. ഋഷിർ നാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോനുഷ്ഠു തഥാ ദേവോ ഭഗവാൻ ദേവകീസുത അമൃതാംശൂദ്ഭവോ ബീജം ശക്തിർ ദേവകീ നന്ദന ത്രിസാമാഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ എന്ന. അപ്പൊ ഇതൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ അംഗന്യാസവും മറ്റുമൊക്കെ വേണം എന്നാണ് പറയുന്നത്. അതില്ലാത്ത ആളുകൾ എന്താണ് അതിനെ ഒരു സ്തോത്രമായി ജപിക്കുക എന്നാണ്. മന്ത്രരൂപത്തിൽ സഹസ്രനാമം അങ്ങനെ 3 തരത്തിൽ നമുക്ക് ജപിക്കാം എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത് മന്ത്രമായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സ്തോത്രം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നാമാവലി. ഈ 3 രൂപത്തിലും നമുക്കതിനെ സ്വീകരിക്കാം. പക്ഷെ അത് മന്ത്രരൂപത്തിലാണ് നാം അത് ജപിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് തന്നെ അതിന്റെ അംഗന്യാസങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് വേണം ജപിക്കേണ്ടത് എന്നാണ്. അതിന് കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് 2 വിധത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാം. എന്തായാലും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. ഈ സഹസ്രനാമത്തിന്റെ ഋഷിർ നാംനാം സഹസ്രനാമത്തിന്റെ ഈ സഹസ്രനാമത്തിന്റെ ഋഷി എന്ന് പറയുന്ന ഋഷിയുടെ പേര് എന്ന് പറയുന്നത് വേദവ്യാസോ മഹാമുനി. വേദങ്ങളെ വ്യസിച്ചവനായ മഹാമുനി വേദവ്യാസനാണ്. മഹാമുനിയായ വേദവ്യാസങ്ങളാണ് ഈ സഹസ്രനാമത്തിന്റെ ഋഷി. അപ്പോ ഋഷി പറഞ്ഞ്, ഛന്ദസ് പറഞ്ഞ്, ദേവതയെ പറഞ്ഞ് അങ്ങനെയൊക്കെ വേണം മന്ത്രം ഉച്ചരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരുന്ന് പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഛന്ദസ് ഇതാണ്, ദേവത ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അംഗന്യാസത്തോടുകൂടി ഗുരുമുഖത്ത് നിന്ന് ഉപയോഗിക്കണം എന്ന കാര്യം വിനയപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഈ സഹസ്രനാമത്തിന്റെ ഋഷി വേദവ്യാസൻ എന്ന മഹാമുനിയാണ്. ഛന്ദസ് എന്ന് പറയുന്നത് ഛന്ദോനുഷ്ഠു, നേരത്തെ പറഞ്ഞതുപോലെ ഛന്ദഹ എന്ന് പിരിക്കുകയാണെങ്കിൽ അനുഷ്ഠു എന്ന് പറയാം.
അല്ലെങ്കിൽ ചേർത്താണെങ്കിൽ ചന്തോനുഷ്ടും. ഛന്ദസ് അതിന്റെ വൃത്തം, അതെങ്ങനെ തിരിക്കണം, എത്ര അക്ഷരങ്ങൾ വീതം എങ്ങനെ ഉച്ചരിക്കണം, അതാണ് ഛന്ദസ്. അത് അനുഷ്ടും എന്ന് പറയുന്ന ഒരു ഛന്ദസ്, 8 അക്ഷരങ്ങൾ വീതമുള്ള ഒരു വൃത്തം. ഇനി അതിന്റെ ദേവത, ദേവോ ഭഗവാൻ ദേവകീസുതഃ, ദേവകീപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിന്റെ ദേവത എന്ന് പറയുന്നത്. ത്രിസാമാ ഹൃദയം എന്നാണ് ദേവവ്രതം എന്ന് പേരുള്ള 3 സാമങ്ങൾ എന്ന് പറയുന്നു. ത്രിസാമാവ്, അതാണത്ര ഇതിന്റെ ഹൃദയം, ഈ മന്ത്രത്തിന്റെ ഹൃദയം. ഇനി ഇതിന്റെ ബീജം പറയുന്നുണ്ട്. ഇതിന്റെ ബീജം എന്ന് പറയുന്നത് അമൃതാംശുദ്ഭവനാണ്. ഭഗവാൻ തന്നെ എല്ലാം അമൃതാംശുവിൽ ഭവിച്ചവനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് അതിന്റെ ബീജം എന്ന് പറയുന്നത്. ദേവകീനന്ദനാണ് അതിന്റെ ശക്തി എന്ന് പറയുന്നത്. ത്രിസാമാവ് ദേവവ്രതം, ആ ത്രിസാമാവ് 3 സാമങ്ങളാൽ സ്തുതിക്കപ്പെടുന്നത് ഏതൊരു ആളിനെയാണോ ഭഗവാനെയാണ്. അതുകൊണ്ട് അത് ഹൃദയമാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ചോദിച്ചാൽ ശാന്തിക്ക് വേണ്ടിയാണ്. ശാന്തിയാണ് ഇതിന്റെ വിനിയോഗം. ഈ മന്ത്രത്തിന്റെ വിനിയോഗം എന്ന് പറയുന്നത് അത് ശാന്തിയാണ് എന്നർത്ഥം. അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മളതിനെ ജപിക്കേണ്ടത് എന്നാണ്. ഇനി വിഷ്ണു, ജിഷ്ണു, മഹാവിഷ്ണു, പ്രഭവിഷ്ണു, മഹേശ്വരം, അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം. ആ പുരുഷോത്തമനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. എങ്ങനെയൊക്കെയുള്ള ഭവൻ? വിഷ്ണു സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ. ജിഷ്ണു എല്ലാത്തിനെയും ജയിക്കുന്നവനും എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവനും. മഹാവിഷ്ണു മഹത്തായ വിഷ്ണു എന്ന പേരോടുകൂടിയവനും. പ്രഭവിഷ്ണുവാണ് എല്ലാവരുടെയും പ്രഭുവായിട്ടുള്ളവനും, എല്ലാത്തിന്റെയും പ്രഭുവായിട്ടിരിക്കുന്നവനുമായ. പിന്നോ മഹേശ്വരം മഹാത്മാവായ ഈശ്വരനായിരിക്കുന്നവനും. അനേക രൂപ ദൈത്യാന്തം എന്നാണ്. ദൈത്യന്മാരുടെ അന്തത്തിന് വേണ്ടി, അതായത് അസുരന്മാരെ, ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരുപാട് രൂപങ്ങൾ പൂണ്ടവനുമായ അനേക രൂപ ദൈത്യാന്തം. അനേക സ്വരൂപങ്ങൾ എടുത്തിട്ട്, അനേക രൂപങ്ങൾ സ്വീകരിച്ചിട്ട് ദൈത്യന്മാരുടെ മുഴുവൻ അന്തം, അവരുടെയൊക്കെ അവസാനം, അല്ലെങ്കിൽ അവരെയൊക്കെ നിഗ്രഹിച്ചവനായ പുരുഷോത്തമനെ, സാക്ഷാൽ പരമപുരുഷനായ ഉത്തമ പുരുഷനായ ആ മഹാവിഷ്ണുവിനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. ഇനിയും കുറെ കൂടിയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സമയത്തുകൂടി അത് പറയാം എന്ന് വിചാരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ധന്യവാദം.